കേന്ദ്രം വില കൂട്ടുമ്പോൾ എല്ലാം സംസ്ഥാന സർക്കാരിനെ ആയിരുന്നു വി.ടി. സതീശൻ കുറ്റപ്പെടുത്തിയതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. അധിക നികുതി വേണ്ടെന്ന് വെക്കണമെന്ന് പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ ആവശ്യപ്പെട്ട സതീശനാണ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി. വാക്ക് പാലിക്കാൻ സതീശൻ തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അതിഗുരുതരമായ സാഹചര്യമാണ് സംസ്ഥാനത്ത്. എണ്ണവിലയുടെ പൂർണ്ണ നിയന്ത്രണ അധികാരം ഒരു കാലത്ത് കേന്ദ്രത്തിന്റെ കയ്യിലായിരുന്നു. ആ അധികാരം ഉപേക്ഷിച്ച് എണ്ണക്കമ്പനിക്ക് അധികാരം നൽകിയത് മുൻ യു.പി.എ. സർക്കാരാണ്. ആ നയം ബി.ജെ.പി. സർക്കാർ അതിശക്തമായി തുടരുന്നു. 2 ലക്ഷം കോടി രൂപയുടെ ലാഭം എണ്ണക്കമ്പനികൾ ഉണ്ടാക്കി. ട്രംപിന് ഇഷ്ടമല്ല എന്ന് വന്നപ്പോഴാണ് റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുന്നത് നിർത്തിവച്ചത്. രാജ്യത്തിന്റെ പരമാധികാരം അമേരിക്കയ്ക്ക് മുന്നിൽ കീഴടങ്ങി. രാസവളം, കൃഷി, ചരക്ക് ഗതാഗതം തുടങ്ങി എല്ലാ മേഖലയിലും രൂക്ഷമായ വിലവർധന ഉണ്ടാകും. വൻതോതിൽ പണപ്പെരുപ്പം രൂക്ഷമാകും. കേന്ദ്ര സർക്കാരിനെ വിമർശിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകുന്നില്ല. കേന്ദ്ര സർക്കാർ എണ്ണക്കമ്പനികൾക്ക് കൊള്ളലാഭം ഉണ്ടാക്കാൻ ഒത്താശ ചെയ്യുന്നുവെന്നും പിണറായി വിമർശിച്ചു. കേന്ദ്രം ഇന്ധനവില കൂട്ടുമ്പോഴെല്ലാം അതിനെ സംസ്ഥാന സർക്കാരിന്റെ തലയിൽ കെട്ടിവെക്കാനാണ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി അന്ന് ശ്രമിച്ചിരുന്നത്. വരുന്നത് സാധാരണ പ്രതിസന്ധിയല്ല, അതിരൂക്ഷമായ പ്രതിസന്ധി. വിലവർധനവ് കെ.എസ്.ആർ.ടി.സിയുടെ സാമ്പത്തിക ഭദ്രതയെ ബാധിക്കും. ഈ ഭാരമെല്ലാം വന്നു വീഴുന്നത് സാധാരണക്കാരുടെ തലയിൽ. 2016-ൽ എൽ.ഡി.എഫ്. സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ പെട്രോൾ, ഡീസൽ വില വർദ്ധിപ്പിച്ചില്ല. 2018-ൽ നികുതി കുറച്ചു. പ്രതിപക്ഷ നേതാവായി ഇരുന്നപ്പോൾ ജനങ്ങളോട് പറഞ്ഞത് പാലിക്കാൻ ഇപ്പോൾ തയ്യാറുണ്ടോ എന്ന് മുഖ്യമന്ത്രി വിശദീകരിക്കണം. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. ധവളപത്രം വരുമ്പോൾ നമുക്ക് കാണാം. ഉമ്മാക്കി കാണിച്ച് ഞങ്ങളെ പേടിപ്പിക്കേണ്ട. കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്താൻ തയ്യാറാകുന്നില്ല, വിമർശിക്കാനും സർക്കാർ തയ്യാറാകുന്നില്ല. നേരിടുന്ന ബുദ്ധിമുട്ടുകൾ ശ്രദ്ധയിൽ കൊണ്ടുവരാനും തയ്യാറാകുന്നില്ല. കഴിഞ്ഞ ബജറ്റിൽ കേന്ദ്ര സർക്കാർ പെടുത്തിയ എക്സൈസ് നികുതി ഒഴിവാക്കണമെന്ന് സർക്കാരിന് കേന്ദ്രത്തോട് ആവശ്യപ്പെടാമല്ലോ എന്നും പിണറായി ചോദിച്ചു.